السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف المخلوقين سيدنا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العظيم. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, റേഡിയോ വഴി ക്ലാസ് റൂമിനെ ശവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇസ്രാ മിഅ്റാജ് സംബന്ധമായി ഇൻഷാ അല്ലാഹ് വരുന്ന ആളുകളിൽ ഗഹനമായ ചർച്ചകൾ നമ്മുടെ ക്ലാസ് റൂമിലൂടെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇവിടെ നടത്താൻ ആഗ്രഹിക്കുന്നത്. പല ഉസ്താദുമാരും ഇത് സംബന്ധമായി തുടർന്നുള്ള ദിവസങ്ങളിൽ സംസാരിക്കുമായിരിക്കും. ഞാൻ തുടങ്ങി വെക്കുന്നതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് ഒരു ദിവസം അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടായാൽ ഞാൻ തന്നെ പൂർത്തീകരിക്കുന്നതായിരിക്കും എന്നും നിങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. എന്ന് പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു. അതിന്റെ ഇടക്ക് ഞാനൊരു തിരക്കിലും പെട്ടുപോയി. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട മസ്നവി ഇതിന്റെ മുമ്പ് സംസാരിച്ചിരുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് കേൾക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഒരു മഹൽ സംഭവമായിരുന്നു ഇസ്രാ മിഅ്റാജ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ പ്രധാനപ്പെട്ട സംഭവം എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇസ്രാ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് الرحلة العظيمة التي أكرم الله بها نبيه من المسجد الحرام بمكة المكرمة إلى المسجد الأقصى الشريف بالقدس. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും ഖുദ്സിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക്, ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്കുള്ള ഒരു പ്രത്യേക യാത്ര വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുകയുണ്ടായി. ആ ആദരവ് നിറഞ്ഞ അല്ലെങ്കിൽ ആദരിക്കാൻ തിരഞ്ഞെടുത്ത ആ യാത്രയെയാണ് മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്കുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള ആ യാത്രയെയാണ് ഇസ്രാ എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതും ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതും ഹദീസുകളിൽ വായിക്കാൻ സാധിക്കുന്നത്. എന്നാൽ മിഅ്റാജ് അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. മാ ഉഖിബ ദാലിക മിനൽ ഉറൂജി ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ തബഖാത്തിസ് സമാവാത്തിൽ ഉല സുമ്മൽ ഉസൂൽ ഇലാ മുസ്തവ يسمع فيه صريف الأقلام.
അല്ലാഹുവിന്റെ കൽപ്പനകൾ മലക്കുകൾ പകർത്തിയെടുക്കുന്ന അഥവാ അവർ എഴുതിക്കൊണ്ടിരിക്കുന്ന പേനകളുടെ ശബ്ദം കേൾക്കത്തക്ക രീതിയിലേക്ക് അല്ലെങ്കിൽ കേൾക്കുന്നിടം വരേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ നിന്നും നടത്തിയ യാത്രയെയാണ്. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഫലസ്തീനിൽ നിന്ന് ആകാശലോകങ്ങളിലേക്കും പിന്നീട് മലക്കുകളുടെ പേനയുടെ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്കും അല്ലെങ്കിൽ അവിടം വരെ മറ്റു പല റിവായത്തുകളും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നവരിൽ നിന്ന് ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസ് പ്രകാരം അല്ലാഹുവിന്റെ സന്നിധാനം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ യാത്ര, ഈ യാത്രയുടെ രണ്ടാം ഘട്ടം, അതിനെ മിഅ്റാജ് എന്നും ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. അപ്പൊ ഈ യാത്രയെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗം മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, അതിനെ ഇസ്രാ എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നേരിട്ട് പരിചയപ്പെടുത്തി. അവിടെ നിന്നങ്ങോട്ട് ആകാശലോകങ്ങളിലേക്കും മറ്റും ഉണ്ടായ യാത്രയെ സഹീഹൈനി അഥവാ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം എന്നിവരടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. മഹാനായ ഇബ്നു ഹിഷാം, ഹലബി തുടങ്ങിയ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഇത് സംബന്ധമായ വിവരണങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. മറ്റു ധാരാളം പണ്ഡിതന്മാരും അത് സംബന്ധമായി പ്രത്യേകം ഗ്രന്ഥങ്ങൾ തന്നെ എഴുതിയതായി കാണാൻ സാധിക്കുന്നതാണ്. ഈ യാത്രയെ സംബന്ധിച്ച് ഒരുപാട് തരത്തിലുള്ള ചർച്ചകൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആധുനിക പണ്ഡിതന്മാർ ഇപ്പോഴും അതിന്റെ ആ യാത്രാ വിവരണത്തെക്കുറിച്ച്, അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച്, അതുകൊണ്ടുണ്ടായ നേട്ടത്തെക്കുറിച്ചൊക്കെ ഇപ്പോഴും പലതരത്തിലുള്ള ചർച്ചകളും ഗവേഷണങ്ങളും ഒക്കെ നടത്തുക തന്നെയാണ്. എന്തിനായിരുന്നു അങ്ങനെ ഒരു യാത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല സംഘടിപ്പിച്ചത്? ഇതുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള നേട്ടം എന്തായിരുന്നു? എന്തൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ഉദ്ദേശിച്ചത്? എന്നിങ്ങനെ വ്യത്യസ്ത രീതിയിൽ അതിന്റെ ചർച്ചകൾ നീണ്ടുപോകുന്നുണ്ട്. യാത്രയെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ആ യാത്ര കൊണ്ട് ഉള്ള ഉദ്ദേശങ്ങളെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പാകെ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യാത്രയുടെ സംക്ഷിപ്ത രൂപം ഒന്നാം ഘട്ടം ഇവിടെ ഓതിക്കേൽപ്പിച്ച സൂറത്തുൽ ഇസ്രാഇന്റെ ആദ്യത്തെ ആയത്തിലും, രണ്ടാം ഘട്ടം ഇമാം ബുഖാരി, ഇമാം മുസ്ലിം തുടങ്ങിയവർ റിപ്പോർട്ട് ചെയ്യുന്ന പ്രബലമായ ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, അവന്റെ അടിമയെ രാത്രിയിൽ പ്രയാണം നടത്തിയ, രാത്രിയിൽ യാത്ര ചെയ്യിപ്പിച്ച ഒരുവൻ പരിശുദ്ധനാകുന്നു, അല്ലെങ്കിൽ അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തി പറയുന്നു. ലൈലൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നക്കിറയായിട്ടാണ് ലൈല് എന്ന പദത്തെ ഖുർആൻ ഉപയോഗിച്ചത്. അതിന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള വിശദീകരണം സമയം കുറവായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ്, രാത്രി മുഴുവനും അല്ല, രാത്രിയുടെ അല്പസമയത്താണ് ആ യാത്ര, അല്ലെങ്കിൽ രാത്രിയുടെ ഏതാനും ഭാഗങ്ങൾ മാത്രമേ ആ യാത്രക്കായി ഉപയോഗിച്ചിട്ടുള്ളൂ.
ആ രാത്രി മുഴുവനും യാത്ര ഉണ്ടായിട്ടില്ല എന്ന് അറിയിക്കാനാണ് ലൈലൻ എന്ന് പറഞ്ഞത് എന്ന് മിക്കവാറും എല്ലാ മുഫസ്സിരീങ്ങളും വിശദീകരിച്ചതായി കാണാം. പിന്നീട് മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അഖ്സ, യാത്ര എവിടം മുതൽ എവിടം വരെ എന്നാണ് പറയുന്നത്? മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സ വരെ ഒന്നാം ഘട്ടം അഥവാ ഇസ്രാ. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ബാറക്നാ ഹൗലഹു എന്നാണ്. മസ്ജിദുൽ ഹറാമിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ആയത്തിൽ വന്നിട്ടില്ല. എന്നാൽ മസ്ജിദുൽ അഖ്സയെ അല്പം വിശദീകരിക്കുന്നുണ്ട്. ബാറക്നാ ഹൗലഹു, ഇമാം ഖുർത്തുബി റഹിമഹുല്ല തന്റെ തഫ്സീറിൽ ബാറക്നാ ഹൗലഹു എന്നതിന് ബിഖുബൂരിൽ അംബിയാഇ, അംബിയാക്കന്മാരുടെ ഖബർ ഉള്ളതുകൊണ്ട് അതിന്റെ ചുറ്റും നാം അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതായി കാണാൻ സാധിക്കും. ഇബ്നു കസീർ അടക്കമുള്ള മറ്റു മുഫസ്സിരീങ്ങളൊക്കെ കൃഷിയും പഴങ്ങളും ഒക്കെ സുഭിക്ഷമായി ഉള്ള പ്രദേശം എന്ന നിലക്കാണ് അനുഗ്രഹീതമായ പരിസരമുള്ള മസ്ജിദുൽ അഖ്സ എന്ന് വിശേഷിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങളുടെ തഫ്സീറിൽ ബിഖുബൂരിൽ അംബിയാ എന്ന് തന്നെ കാണാൻ സാധിക്കും. നിരവധി പ്രവാചകന്മാരുടെ ഖബർ മസ്ജിദുൽ അഖ്സക്ക് ചുറ്റുമുണ്ട്. തീർച്ചയായും അത് അനുഗ്രഹിക്കപ്പെടാനുള്ള, അനുഗ്രഹീതമായി തീരാനുള്ള വലിയ കാരണം തന്നെയാണ്. അപ്പോൾ യാത്രയുടെ തുടക്കവും കൊണ്ടുപോയ സ്ഥലവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു. എന്നിട്ട് ആ സ്ഥലത്തിന്റെ മഹത്വം പറഞ്ഞു. അതിനുശേഷം ഉദ്ദേശ്യം പറയുന്നു, ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, അല്ലെങ്കിൽ ആയത്തിലുള്ളതനുസരിച്ച് നമ്മുടെ അടിമക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇന്നഹു ഹുവ സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു. ഹദീസ് പണ്ഡിതന്മാർ ഈ യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശാരീരികമായി നിർവഹിച്ചതാണോ അതല്ല കേവലം ആത്മീയമായിരുന്നു അഥവാ സ്വപ്നമായിരുന്നു എന്നുള്ള ചർച്ചകളൊക്കെ മുമ്പും ഇപ്പോഴും ഒക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ ഖുർആനിന്റെ മുഫസ്സിരീങ്ങളൊക്കെ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്ന പദത്തിനെ വിശദീകരിച്ചെടുത്ത് കാണാം. അബ്ദ് എന്ന് പറഞ്ഞാൽ റൂഹും ജസദും ഉള്ളതിനെ കുറിച്ച് മാത്രമേ അബ്ദ് എന്ന പദം അറബിയിൽ പ്രയോഗിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്നാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശാരീരികമായി തന്നെയാണ് ഈ യാത്രയിൽ പോയിട്ടുള്ളത്, അല്ലാതെ കേവലം സ്വപ്നമായിരുന്നില്ല, ആത്മീയം മാത്രം ആയിരുന്നില്ല, ആത്മാവ് മാത്രമല്ല പോയത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ബിറൂഹി അബ്ദിഹി എന്ന് പറയണമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അസ്റാ ബി അബ്ദിഹി എന്നാണ്, അസ്റാ ബി റൂഹി അബ്ദിഹി എന്നല്ല. അതുകൊണ്ട് അബ്ദ് എന്ന പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തോടു കൂടി തന്നെയായിരുന്നു ഈ യാത്ര എന്ന് ഈ ആയത്തിൽ പറയുന്ന ഇസ്രാഇനെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഹദീസ് പലതരത്തിൽ ഇത് സംബന്ധമായി വന്നിട്ടുണ്ട്. ഒന്നിലധികം തവണ ഇസ്രാ മിഅ്റാജുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ നിന്ന് വായിക്കാൻ സാധിക്കും. അതിൽ ആത്മീയമായ അഥവാ സ്വപ്നേകയുള്ള യാത്രകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിവിടെ പരാമർശിച്ചിട്ടുള്ള ഈ ഇസ്രാ, ഈ മിഅ്റാജ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തോട് കൂടെയുള്ളത് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് മുഫസ്സിരീങ്ങൾ എല്ലാവരും ഇത് സംബന്ധമായി വിശദീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ നേരത്തെ ആരോടൊക്കെയുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ പഠിച്ചു അവിടം വരെ എത്താൻ സാധിക്കാത്തത് കൊണ്ടോ അതുമല്ലെങ്കിൽ ഒരു മാറിയ ചിന്ത സമൂഹത്തിലുണ്ടാകട്ടെ എന്നുള്ള ഒരു പുതിയ നിരീക്ഷണം കൊണ്ടോ എന്തോ അറിയില്ല, നേരത്തെയൊക്കെ നമ്മുടെ നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നേബി നടത്തിയ യാത്ര മാത്രമായിരുന്നു ഇസ്രാഉം മിഅ്റാജും എന്നാണ് നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ വാദിച്ചിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് മറ്റു പലതിലും അവർ മാറ്റം വരുത്തി എന്നതുപോലെ തന്നെ ഇതും ലോക മുസ്ലിങ്ങളിൽ ഭൂരിഭാഗത്തിന്റെ അഭിപ്രായത്തിലേക്ക് അവരും വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് അവരുടെ ചില പ്രഭാഷണങ്ങളിൽ നിന്നും എഴുത്തുകളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരീരത്തോടുകൂടി തന്നെയായിരുന്നു ആ യാത്രയിൽ പങ്കെടുത്തത് എന്നിടത്തേക്ക് ഏകദേശം എത്തിച്ചേർന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. എല്ലാവരിൽ നിന്നും വ്യത്യസ്തരായി നിൽക്കുക എന്നുള്ള ചിന്ത ചിലയിടത്തൊക്കെ നല്ലതാണ്. പക്ഷെ അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിലാകുമ്പോൾ അത് അപകടകരമാണ് എന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നാട്ടിൽ ചില പള്ളികളിൽ നിന്നൊക്കെ ബാങ്ക് കൊടുക്കുക സാധാരണ മഹല്ലിലെ പള്ളിയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞതിന്റെ ശേഷമാണ്. അവരെ ബാങ്കെന്ന് വേറെ കേൾക്കാൻ വേണ്ടി അവരുടെ പുതിയ ശൈലിയിലൊക്കെയുള്ള ബാങ്കാണ്, അതൊക്കെ പ്രത്യേകിച്ച് കേൾക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു നാട്ടില്. വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ പേരിൽ പറയുന്നതാണ്. അപ്പോ ഇവിടെ വന്ന് നോക്കുമ്പോ അങ്ങനെ ഈ ഷിയാക്കളാണ് സത്യത്തിൽ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ മഗ്‌രിബിന്റെ ഒക്കെ ബാങ്ക് നമ്മളൊക്കെ നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോഴാണ് അവരെ ബാങ്ക് തുടങ്ങുക. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ നമ്മളെ ബാങ്ക് കഴിഞ്ഞ ഉടനെ അവർ ബാങ്ക് തുടങ്ങുമായിരുന്നു. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ കാലയളവിൽ അങ്ങനെ ഒരു ബാങ്ക് കൊടുത്തു എന്നുള്ളത് കൊണ്ട് വലിയൊരു കുഴപ്പമൊന്നുമില്ല. എന്നാൽ നോമ്പ് പോലുള്ള സമയങ്ങളിലൊക്കെ വലിയ അപകടം ചെയ്യും, അങ്ങനെ നേരം വൈകിക്കുന്നതും കുറക്കുന്നതും ഒക്കെ. ഏതായിരുന്നാലും അങ്ങനെയും നാട്ടിലുണ്ടായിരുന്നു എന്ന് ഈ കൂട്ടരുടെ ചില കഥയില്ലായ്മയിലെ കഥ പറഞ്ഞു എന്ന് മാത്രം. അതൊന്നും പറയും നമ്മുടെ ഇപ്പോഴത്തെ ഉദ്ദേശ്യമല്ല. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു യാത്ര ശരീരത്തോടുകൂടി തന്നെ നടത്തിയതായി അല്ലാഹുവിന്റെ കലാം നമുക്ക് വിശദീകരിച്ചു തരുന്നു. രണ്ടാമത്തെ ഭാഗം സഹീഹുൽ ബുഖാരിയിലും സഹീഹു മുസ്ലിമിലുമൊക്കെ വളരെ വിശദമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് കൂടെ ഓരോ ആകാശങ്ങളിലേക്ക് എത്തുമ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം വാതിലിൽ മുട്ടി വിളിച്ചതും അഥവാ ആകാശത്തിന്റെ കവാടത്തിൽ നിന്ന് പ്രവേശനാനുമതി തേടിയതും കൂടെ ആരാണെന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദാണ് എന്ന് പറയുകയും സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ടോ, പ്രവാചകത്വം കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുകയും പിന്നീട് അവർക്ക് പ്രവേശനാനുമതി നൽകുകയും അങ്ങനെ അവിടെ പ്രവാചകന്മാരെ കണ്ടതുമൊക്കെ യാത്രയുടെ വിശദാംശങ്ങളാണ്. ഏഴാം ആകാശത്തിന് ശേഷം പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൂടാതെ യാത്ര ചെയ്തു. ബഹറുന്നൂർ എന്ന പ്രദേശത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്നുവേന് നിങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കൊള്ളൂ, എനിക്കിവിടെ നിന്ന് അങ്ങോട്ട് പ്രവേശനാനുമതി ഇല്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതും എല്ലാം ഹദീസുകളിൽ സുവ്യക്തമാണ്. മഹാനായ വെറുങ്കോട് ഉമർ ഖാലി തങ്ങൾ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പ്രസിദ്ധമായ ബൈത്തിൽ ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലുൻ വഖഫ്
في شطه رودا فبدا وهتف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما എന്നിങ്ങനെ അത് സംബന്ധമായി വിശദീകരിച്ചതായി കാണാം. ഹത്താലി ബഹരിൻ നൂരി ജിബ്രീൽ വഖഫ്, പ്രകാശസാഗരത്തിന്റെ അടുത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഭയവിഹ്വലനായിക്കൊണ്ട് അവിടെ നിന്നു. ഫവദ്ദഅ വഹതഫ്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ നിന്ന് യാത്രയാക്കി. ദാനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്, എന്നെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കൂ, ഞാനിവിടെ നിൽക്കാൻ, നിങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കൊള്ളൂ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര, ഒട്ടും ഭയപ്പെടേണ്ടതില്ല, നിങ്ങളുടെ നാഥനുമായി സംഭാഷണം നടത്തി തിരിച്ചു വരൂ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മലക്കുകളുടെ പേനയുടെ ശബ്ദം കേൾക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നതും സ്ഥലത്തേക്ക് എത്തിച്ചേർന്നതും ചില റിവായത്തുകൾ പ്രകാരം അള്ളാഹുവുമായി അവിടുന്ന് സംഭാഷണം നടത്തിയതായും മറ്റു ചില റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ കണ്ടതായും എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നും നമ്മുടെ സ്വന്തം വകയായല്ല. ഹദീസ് പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തതിന്റെ ചില വശങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് പറയുമ്പോൾ ചില ആളുകൾ അങ്ങനെ ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ നമ്മുടെ വകയായി ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ പണ്ഡിതന്മാരൊക്കെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെയും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ ഈ യാത്ര കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ കാര്യങ്ങൾ, ഉമ്മത്തിന് ഈ യാത്ര കൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്നിങ്ങനെയുള്ള ചില നുറുങ്ങു ചിന്തകളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഒരു വർഷം, അഥവാ ഹിജ്റ വർഷം, നബുവത്തിന് ശേഷമുള്ള 10ാമത്തെ വർഷം അറിയപ്പെടുന്നത് ആമുൽ ഹുസ്ൻ എന്ന പേരിലാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഒരു വർഷം ആമുൽ ഹുസ്ൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ദുഃഖവർഷം. കാരണം നമുക്കറിയാം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന ജീവിതത്തിൽ ഏൽക്കേണ്ടി വന്ന സാധന പീഡനങ്ങളെ സംബന്ധിച്ചും അതിൽ നിന്ന് മിക്കപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും തണലുമായി ഉണ്ടായിരുന്നത്, ശത്രുക്കളെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതിരോധിച്ചിരുന്നത് അവിടുത്തെ പിതൃവ്യനായ അബൂ താലിബ് എന്നവരായിരുന്നു. ഹിജ്റ 10ാം വർഷത്തിൽ അബൂ താലിബ് ഈ ലോകത്തോട് വിട പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു അത്താണി നഷ്ടപ്പെടുകയാണ്. ഖുറൈശികളുടെ പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസമായി തങ്ങളെ ആശ്വസിപ്പിച്ചിരുന്നത് സഹധർമ്മിണിയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയായിരുന്നു. തന്റെ സമ്പാദ്യം മുഴുവനും ദഅവത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് നീട്ടിക്കൊടുത്തുകൊണ്ട് മക്കയിലെ ഏറ്റവും വലിയ ഉന്നത തറവാട്ടിൽ പിറന്ന വലിയ കച്ചവടക്കാരിയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ അവരും ഈ ലോകത്തോട് വിട പറയുകയാണ് അതേ വർഷത്തിൽ തന്നെ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടവും വലവും നിന്നുകൊണ്ട് തങ്ങളെ സംരക്ഷിച്ചിരുന്ന രണ്ട് സംരക്ഷകർ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബാഹ്യമായും മാനസികമായുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസം പകരുകയും അതോടൊപ്പം തങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്തിരുന്ന ഈ രണ്ടുപേരുടെ മരണം സംഭവിച്ച വർഷത്തെയാണ് ആമുൽ ഹുസ്ൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനുശേഷം ഖുറൈശികളുടെ പീഡനത്തിന്റെ ശക്തി വർദ്ധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് തങ്ങളുടെ മാബിലന്മാർ താമസിക്കുന്ന തായിഫിലേക്ക് ചെന്നു. അവിടെ നിന്ന് അതിനേക്കാൾ മോശമായ, പ്രതീക്ഷിച്ചതിന്റെ നേരെ വിപരീതമായ അനുഭവം ഏൽക്കേണ്ടി വന്നു. തായിഫുകാരുടെ കല്ലേറുകൊണ്ട് തിരിച്ചു പോരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അല്ലാഹുവിന്റെ പ്രത്യേക ദൂതന്മാർ, മലക്കുകൾ വന്നുകൊണ്ട് തായിഫുകാരെ നശിപ്പിക്കാൻ അങ്ങ് അനുമതി തരികയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിൽക്കാലത്ത് എന്തെങ്കിലും അവരിൽ നിന്നൊരാൾ സത്യപ്രസ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ അതാണ് എനിക്ക് കൂടുതൽ താല്പര്യമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞതും മക്കയിലേക്ക് തന്നെ തിരിച്ചുവന്ന് വീണ്ടും സാധ്യമാകുന്ന രൂപത്തിലൊക്കെ ദൈവത്തിന്റെ പ്രവർത്തനവുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയാസങ്ങളിൽ നിന്നൊക്കെ കരകയറ്റാൻ, ഈ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരു ആശ്വാസം നൽകാൻ തഫ്സീറുകളിൽ കാണുന്നത് പോലെ തസ്ലിയത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു ആശ്വാസം നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക ദൂതന്മാരെയും പ്രത്യേക വാഹനവും കൊടുത്തയച്ചുകൊണ്ട് തന്റെ സന്നിധാനത്തിലേക്ക് തന്റെ ഇഷ്ടദാസനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ക്ഷണിച്ചു വരുത്തിയതിന്റെ അവർ രീതിയെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നത്, അല്ലാഹുവിന്റെ മതത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി നീങ്ങുമ്പോൾ ശത്രുക്കൾ ഏതൊക്കെ തരത്തിലുള്ള താടന പീഡനങ്ങൾ അഴിച്ചുവിട്ടാലും അല്ലാഹു സുബ്ഹാനഹു വ തആലാവിന്റെ സഹായവുമായി എപ്പോഴും കൂടെയുണ്ടാകും എന്നതിന് ഏറ്റവും ഉത്തമമായ തെളിവാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മിഅ്റാജ് സംഭവം. യാതൊരു സംരക്ഷണത്തിനും ഭൂമിയിൽ ആളില്ലാതെ വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കാനായി നേരിട്ട് തന്റെ സന്നിധാനത്തിലേക്ക് പ്രത്യേക രൂപത്തിൽ ക്ഷണിച്ചു വരുത്തുകയാണ്. ചരിത്രത്തിൽ നേരത്തെ ഉദാഹരണമില്ലാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുകയായിരുന്നു ഇവിടെ ചെയ്തത് എന്ന് മുഫസ്സിരീങ്ങളിൽ പലരും പറഞ്ഞതായി കാണാം. ദഅവത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും വലിയ ഒരു ആശ്വാസം തന്നെയാണത്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി രംഗത്തിറങ്ങുന്ന സമയത്ത് ഏൽക്കേണ്ടി വരുന്ന, അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസത്തിന്റെ വഴി കാണിച്ചു തരികയും സഹായവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംഭവങ്ങൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യും എന്നതിന് ഈ സംഭവം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നമുക്ക് തെളിവായി ഉദ്ധരിച്ചു തരുന്നു. അപ്പൊ വലിയൊരു കാര്യം ഈ യാത്ര കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണത്തിന് ഭൂമിയിൽ ഉണ്ടായിരുന്ന രണ്ട് വലിയ ആശ്വാസങ്ങൾ, രണ്ട് സംരക്ഷകർ നഷ്ടപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ കൈവിട്ടിട്ടില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സംരക്ഷിക്കാൻ എപ്പോഴും കൂടെയുണ്ട് എന്ന് നേരിട്ട് ബോധ്യപ്പെടുത്താനായി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. ഒന്ന്. രണ്ടാമതായി
ഈ യാത്ര കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ നേരിട്ട് സമ്മാനിക്കുകയാണ്. ലോകാവസാനം വരെയുള്ള ജനവിഭാഗങ്ങൾക്ക് കൃത്യമായി മാർഗദർശനം നൽകുക എന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് മറ്റു പ്രവാചകന്മാരെ അപേക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയത്. മറ്റു പ്രവാചകന്മാരൊക്കെ ഓരോ കാലത്തേക്കും പ്രത്യേക ദേശത്തേക്കും മാത്രമായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യ സമൂഹത്തിനും പ്രവാചകനാണ്. അന്ത്യനാൾ വരെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യ സമൂഹത്തിനും മാർഗദർശനം കാണിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ആ സമൂഹങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ കാര്യങ്ങളെ വിശദീകരിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സംഭവങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചില അനുഗ്രഹങ്ങൾക്കും അതോടൊപ്പം ചില ശിക്ഷാമുറകൾക്കുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് ദൃക്സാക്ഷിയാക്കാൻ കൂടിയായിരുന്നു ഈ യാത്ര എന്ന് ഹദീസുകളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ നേതാവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നുകൂടെ ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിലുള്ള മഹത്വത്തെ മറ്റു മുഴുവൻ കഴിഞ്ഞകാല പ്രവാചകന്മാർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുക കൂടി ഇതുകൊണ്ട് ഉദ്ദേശ്യമുണ്ടായിരുന്നു. മസ്ജിദുൽ അഖ്സയിൽ ചെന്നപ്പോൾ അവിടെ വെച്ചുകൊണ്ട് മുഴുവൻ പ്രവാചകന്മാരെയും സമ്മേളിപ്പിക്കുകയും എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയും ചെയ്തതായി മേലുദ്ധരിക്കപ്പെട്ട ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. അതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ പ്രവാചകന്മാർക്കും നേതാവാണ്. എല്ലാ മനുഷ്യർക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത അവന്റെ പ്രത്യേക അടിമകളായ, അവൻ ആദരിച്ച അവന്റെ പ്രത്യേക വിഭാഗം സൃഷ്ടികളായ പ്രവാചകന്മാർ, ഉലുൽ അസ്മുകളടക്കമുള്ള പ്രവാചകന്മാർ, ഇബ്രാഹിം, മൂസ അലൈഹിസ്സലാം അടക്കമുള്ള പ്രധാനികളായ പ്രവാചകന്മാർ, ഈസ അലൈഹിസ്സലാം അടക്കമുള്ള ലോകത്തൊരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്ത പ്രവാചകന്മാർ, അവരെക്കാളൊക്കെ പ്രധാനി അള്ളാഹുവിന്റെ അടുക്കൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് തങ്ങൾക്കും അതോടൊപ്പം ആ പ്രവാചകന്മാർക്കും അതുവഴി ലോകത്തിനും ബോധ്യപ്പെടുത്തുകയായിരുന്നു ഈ യാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചത് അത് ബോധ്യപ്പെടുത്താനായിരുന്നു, അതിലൂടെ അത് ബോധ്യപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് ഹദീസ് വ്യാഖ്യാതാക്കൾ നമുക്ക് വിശദീകരിച്ചു തരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ കണ്ട ചില പ്രധാനപ്പെട്ട അനുഭവങ്ങളെ കുറിച്ച് ചെറിയൊരു എത്തിനോട്ടം നമുക്ക് നടത്താം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരവും റൂഹും അടങ്ങുന്ന യാത്ര തന്നെയായിരുന്നു ഇത്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രയാസമുള്ള കാര്യമല്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വ റളിയല്ലാഹു അൻഹയെയും സ്വർഗ്ഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇങ്ങോട്ട് ഇറക്കിവിട്ടതാണ്. നിങ്ങൾ രണ്ടുപേരും അവിടുന്ന് ഇറങ്ങൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിലേക്ക് ഇങ്ങോട്ട് ഇറക്കി. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വറഫഅനാഹു മക്കാനൻ അലിയ്യ, അദ്ദേഹത്തെ നാം ഉന്നതമായ സ്ഥലത്തേക്ക് കയറ്റിക്കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. ഈസ അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയതായി പറയുന്നുണ്ട്. ഖാല അല്ലാഹു യാ ഈസ ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ.
നാം നിങ്ങളെ നമ്മളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ്. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമിനെയും ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ഉയർത്തിക്കൊണ്ടുപോയതായി പരിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അത് ഈ തരത്തിലുള്ള ഒരു യാത്രയായിരുന്നില്ല. തീർച്ചയായും ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ദൂതന്മാരെ പറഞ്ഞയക്കുകയും പ്രത്യേകമായൊരു വാഹനം കൊടുത്തയക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ആ യാത്രക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ നെഞ്ച് പുലർത്തിക്കൊണ്ട് ഹൃദയം പുറത്തെടുത്തതിനെ സംസം വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കി വീണ്ടും തൽസ്ഥാനത്ത് തന്നെ സ്ഥാപിക്കുകയും അങ്ങനെ ആ യാത്രക്ക് വേണ്ട പ്രത്യേകമായ പവറും സംശുദ്ധിയുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ മലക്കുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചതായും ഒക്കെ ബുഖാരി, മുസ്ലിം എന്നിവരുടെ റിപ്പോർട്ടുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ യാത്ര ഒരു പ്രത്യേകമായ യാത്രയായിരുന്നു. ആ യാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല അത്ഭുതങ്ങളും കാണിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അത് സ്വീകരിക്കാനുള്ള ശക്തിയും സ്ഥൈര്യവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേൽപ്പറയപ്പെട്ട ഓപ്പറേഷനിലൂടെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ നൽകപ്പെടുകയുണ്ടായി എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാനും ചില സംഭവങ്ങളിലേക്ക് കൂടെ വിരൽ ചൂണ്ടിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം. ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം നമുക്ക് തുടങ്ങാം. ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസ്തുത റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. റഅയ്തു റിജാലൻ വഅഖ്വാമൻ തുറല്ലിഖു റൂസഹും ബിൽഹിജാറ ഖാല മൻ ഹഉലാഇ യാ ജിബ്രീൽ ഖാല ഹഉലാഇ അല്ലദീന തതസാഖലു റൂസുഹും അനിസ് സ്വലാഹ്. ഒരു വിഭാഗം ആളുകൾ അവരുടെ തല വലിയ കല്ലുകൾ കൊണ്ട് സ്വയം കുത്തിപ്പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ കല്ലെടുത്തുകൊണ്ട് അവരുടെ സ്വയം തലയിൽ തന്നെ അവരിങ്ങനെ ആ കല്ലുകൊണ്ട് അടിക്കുകയാണ്. അങ്ങനെ അവർ അവരുടെ തലകൾ കല്ലുകളെ കൊണ്ട് കുത്തിപ്പൊട്ടിക്കുന്നു. ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ആരാണിവർ? എന്താണിവർ ചെയ്ത തെറ്റ്? എന്തിനാണ് ഇവർ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം അതിനെനിക്ക് മറുപടി പറഞ്ഞത്, ഹഉലാഇ അല്ലദീന തതസാഖലു റൂസുഹും അനിസ് സ്വലാഹ്, നിസ്കാരത്തെ തൊട്ട് ഇവരുടെ തല വല്ലാത്ത ഭാരമായിരുന്നു അവർക്ക്. അഥവാ ഈ തലയൊന്ന് സുജൂദിൽ വെക്കാൻ, അല്ലാഹുവിന്റെ മുമ്പിലൊന്ന് ഈ തല നമിക്കാൻ അവർക്ക് പ്രയാസമായി അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകുന്ന ശിക്ഷയാണിത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അതിന് മറുപടി പറഞ്ഞതായി മേൽധരിക്കപ്പെട്ട റിവായത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിസ്കാരത്തിന്റെ മഹാത്മ്യമാണ്, നിസ്കാരത്തിന്റെ പ്രാധാന്യമാണ്, അത് ഉപേക്ഷിച്ചാലുണ്ടാകുന്ന ശിക്ഷയുടെ ഒരു രൂപമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുന്നത്. നിസ്കാരത്തിൽ തലകുനിക്കാൻ, നാഥന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാൻ മടി കാണിച്ചിരുന്ന ആളുകൾ, അതൊരു ഭാരമായി കണ്ടിരുന്ന ആളുകൾ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്ന രീതി ഒരു രീതി ഇങ്ങനെയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുകയായിരുന്നു. മറ്റൊരു വിഭാഗം ആളുകൾ റഅയ്തു അഖ്വാമൻ യസ്റഹൂന കമാ തസ്റഹുൽ അൻആമു طعامهم الريح قال من هؤلاء يا جبريل قال هؤلاء الذين لا يؤدون زكاة أموالهم. ഒരു വിഭാഗം ആളുകൾ മുള്ളുള്ള ഒരു ചെടി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. നിറയെ മുള്ളുകളുള്ള ഒരു ചെടി, ആ ചെടി ഇങ്ങനെ സ്വയം തിന്നുകയാണെന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അതവർക്ക് വേണ്ടിയിട്ട് തിന്നുകയല്ല, അഥവാ അതവർക്ക് തിന്നാൻ സാധിച്ചിട്ട് തിന്നുന്നതല്ല, മറിച്ച് അതവർ നിർബന്ധിച്ച് തീറ്റിക്കപ്പെടുകയാണ്. ഖാല മൻ ഹഉലാഇ യാ ജിബ്രീൽ, ആരാണിവർ എന്ന്
ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഞാൻ ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് ഹൗലാഇല്ലദീന ലാ യുഅദ്ദൂന സകാത്ത അംവാലിഹിം, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ധനത്തിന്റെ സകാത്ത് കൊടുക്കാത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശിക്ഷയുടെ ഒരു ഭാഗമാണിത് എന്ന് ഈ സംഭവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വിശദീകരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. സമൂഹത്തിനോട് നിസ്കരിക്കാത്തതിന്റെ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ, സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചാലുണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ, ഞാനത് നേരിട്ട് കണ്ടുവന്നിട്ടാണ് പറയുന്നത്, ദൃക്സാക്ഷിയാണ് ഞാൻ ആ ശിക്ഷക്ക് എന്ന് പറയുമ്പോൾ, സാദിഖും മസ്തൂഖുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ അനുയായികൾ അത് കൂടുതൽ സ്വീകാര്യതയോടുകൂടി കാണും എന്നതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ചില അനുഭവങ്ങൾക്ക് തങ്ങളെ ദൃക്സാക്ഷികളാക്കിയത് എന്ന് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വറഅയ്തു റിജാലൻ യഅകുലൂന ലഹ്മൻ നതിനൻ ഖബീസൻ വബൈന ഐദീഹിം അല്ലഹ്മു തയ്യിബു അന്നദിജു ഖാല മൻ ഹഉലാഇ യാ ജിബ്രീൽ ഖാല ഹഉലാഇ റിജാലുൻ മിൻ ഉമ്മതിക تكون عند أحدهم المرأة بالحلال فيدعوها ويبيت عند امرأة خبيثة حتى يصبح. ഒരു വിഭാഗം ആളുകൾ, പുരുഷന്മാർ, അവരുടെ അടുക്കൽ നല്ല മാംസവുമുണ്ട്, ചീഞ്ഞുനാറുന്ന മാംസവുമുണ്ട്. നല്ല മാംസം അവിടെ ഉണ്ടായിട്ടും അവർ ആ ചീഞ്ഞുനാറുന്ന മാംസം ഇങ്ങനെ തിന്നുകയാണ്. ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, ആരാണ് ജിബ്രീലെ ഇവർ? ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, ഹഉലാഇ റിജാലുൻ മിൻ ഉമ്മതിക തകൂനു ഇൻദ അഹദിഹിം അൽ മർഅതു ബിൽ ഹലാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്കാഹിലൂടെ ഹലാലാക്കി കൊടുത്ത ഭാര്യ അടുത്തുണ്ടായിട്ടും അവളെ അവിടെ വെച്ചുകൊണ്ട് ഹറാമായ പെണ്ണിനെ സമീപിച്ച് വികാരശമനം നടത്തുന്നവൻ, അഥവാ വ്യഭിചാരം ചെയ്യുന്നവൻ, വിവാഹം കഴിച്ചിട്ടും അന്യസ്ത്രീകളുമായി ലൈംഗിക വീഴ്ച നടത്തുന്നവർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശിക്ഷയുടെ ഒരു ഭാഗമാണിത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഈ സംഭവത്തിൽ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്റെ തന്നെ അനുഭവങ്ങളെയാണ്. മുൻകാല സമൂഹങ്ങൾക്കുണ്ടായ ശിക്ഷയല്ല അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്നത്, മറിച്ച് തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് തന്നെയുള്ള ഒരു വിഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാനിരിക്കുന്ന ശിക്ഷയുടെ ഒരു ചിത്രീകരണമാണ് ഇവിടെ നടത്തുന്നത് എന്ന് ഈ സംഭവത്തിൽ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു. ഹൗലാഇ റിജാലുൻ മിൻ ഉമ്മതിക, ഇത് നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് എന്നാ പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളായ നമ്മളിൽ നിന്ന് വിവാഹിതരായ വ്യഭിചാരികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശിക്ഷയുടെ ഒരു രൂപമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, വറഅയ്തു നിസാഅൻ മുഅല്ലഖാത്തിൻ മിൻ അസ്ബാഇഹിന്ന, ഒരു വിഭാഗം സ്ത്രീകൾ അവരുടെ മുലകളുടെ മുകളിൽ കൊളുത്തിട്ടിട്ട് അവരെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. സ്ഥലങ്ങൾക്ക് കൊളുത്തിട്ടുകൊണ്ട് തൂക്കിയിടപ്പെട്ട സ്ത്രീകൾ ആരാണെന്ന് ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹഉലാഇ ലവാത്തി യുദ്ഖുൽന അലാ അസ്വാജിഹിന്ന മൻ ലൈസ മിൻ ഔലാദിഹിന്ന, അന്യപുരുഷന്മാരിൽ നിന്നും ഗർഭം ധരിക്കുകയും അങ്ങനെ പ്രസവിക്കുകയും ആ കുട്ടികളെ സ്വന്തം ഭർത്താവിലേക്ക് ചേർത്തു പറയുകയും ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശിക്ഷയാണിത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്. വളരെയേറെ ഗൗരവമുള്ള ചില അനുഭവങ്ങളാണ് ഈ സംഭവങ്ങളിലൂടെ
അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കുന്നത്. അന്യപുരുഷന്മാരിൽ നിന്നും ഗർഭം ധരിച്ചുകൊണ്ട് സ്വന്തം ഭർത്താവ് അറിയാതെ അത് തന്റെ കുട്ടിയാണെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ ഓമനിക്കുകയും സ്വന്തം മക്കളെ പോലെ അതിനെ വളർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ. ആ പെണ്ണിനറിയാമത് ഇയാളുടെ മകൻ അല്ല, അല്ലെങ്കിൽ ഇയാളുടെ മകൾ അല്ല എന്ന്. ജീവിതകാലം മുഴുവനും മറ്റൊരാളുടെ മകനെ സ്വന്തം മകനായി കരുതിക്കൊണ്ട് വഞ്ചിക്കപ്പെടുന്ന ആ പാവം പുരുഷൻ, അതിന്റെ പേരിൽ ആ സൃഷ്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശിക്ഷ അല്ലാഹുവിനെ ഒരിക്കലും വഞ്ചിക്കാൻ സാധിക്കില്ല. ആ പാവം മനുഷ്യനെ വഞ്ചിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതികഠോരമായ ശിക്ഷയായിരിക്കും നൽകുക. അവരുടെ സ്തനത്തിന്റെ മുകളിൽ കൊളുത്തിട്ടുകൊണ്ട് അറവുശാലകളിൽ അറുത്തു തൂക്കപ്പെട്ട മാടുകളെ തൂക്കുന്നത് പോലെ, ആടിനെയും മാടിനെയും തൂക്കുന്നത് പോലെ തൂക്കിയിട്ടുകൊണ്ട് അവൾ ശിക്ഷിക്കപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരിമാരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെയും ഇത്തരത്തിലുള്ള നീചത്വങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുമാറാകട്ടെ. അന്ത്യനാളായാൽ, അന്ത്യനാൾ അടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് 4 കാര്യങ്ങൾ ഉയർത്തിക്കളയുമെന്നാണ്. ഒന്ന്, റഫഅൽ ബറക്കത്ത മിനൽ അർളി, ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തിനെ ഉയർത്തിക്കളയും. ഒരു കാര്യത്തിലും ഒരു ബറക്കത്തില്ലാത്ത അവസ്ഥ സംജാതമാകും. അത് നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ശമ്പളമൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ ഒരു ബറക്കത്തില്ല. നമുക്കങ്ങനെ അനുഭവപ്പെടാറുണ്ട്. പലപ്പോഴും പലരും അങ്ങനെ പറയാറുണ്ട്. എന്നിട്ട് ദുആ ചെയ്യണം ഉസ്താദേ എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാവസാനമാകുമ്പോൾ ബറക്കത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഉയർത്തുമെന്നാണ് മഹാന്മാര് പറയുന്നത്. നമ്മളത് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പിന്നീട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ വൽ അദ്ല മിനൽ ഹുക്കാമി, ഭരണാധികാരിയിൽ നിന്നും നീതിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കളയും. അതും നമുക്ക് പല ഘട്ടങ്ങളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശിക്ഷിക്കപ്പെടുന്നവർ പലപ്പോഴും നിരപരാധികളാകുന്നു. പീഡിതരായ ആളുകൾക്ക് പലപ്പോഴും പണത്തിന്റെയും അധികാരത്തിന്റെയും പേരിൽ നീതി നിഷേധിക്കപ്പെടുന്നു. പണമുള്ളവന്, അധികാരമുള്ളവന്, പവറുള്ളവന് എന്തുമാകാമെന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഹലോ, ഞാനൊരു ക്ലാസ്സിലാണ്. ഞാൻ ക്ലാസ്സിലാണ്. ഞാൻ പറയും അതെ ഇവിടെ എന്ത് ചെയ്യാൻ ഞാൻ ബൈലക്സ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാം. ക്ഷമിക്കണം, ഒരാൾ കുറെ നേരമായി അടിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ ഒന്ന് ആൻസർ ചെയ്തതാണ്. പറഞ്ഞു വന്നത്, അന്ത്യനാളാകുമ്പോൾ ഉയർത്തപ്പെടുന്ന ഒന്ന് ഭൂമിയിൽ ബറക്കത്ത് ഉയർത്തും, രണ്ടാമത് ഭരണാധികാരിയിൽ നിന്ന് നീതി ഉയർത്തപ്പെടും. അതുപോലെ തന്നെ ഉയർത്തപ്പെടുന്ന മറ്റൊരു കാര്യമാണ് വൽ ഹയാഉ മിനൻ നിസാഇ, സ്ത്രീകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജ എന്ന് പറയുന്നത്, നാണം എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു മാറ്റുമെന്നാണ്. ആ ഒരു അവസ്ഥയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് അവരുടെ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് അവരുടെ ലജ്ജയാണ്. ലജ്ജയില്ലെങ്കിൽ പിന്നെ പെണ്ണിന് ആ ഒരു സ്ത്രീത്വം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ആധുനിക
സ്ത്രീ സമൂഹം സത്യത്തിൽ പുതിയ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഈ ലജ്ജ ഇല്ലായ്മ ചെയ്യാനുള്ള മാർഗങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടി സ്മാർട്ട് ആവണം എന്ന് പറഞ്ഞാൽ അതിന് ഉള്ള അർത്ഥം എല്ലാവരും ഇന്ന് കാണുന്നത്, അവൾ സ്മാർട്ടാണെന്ന് പറഞ്ഞാൽ അവൾക്ക് ഏത് പുരുഷനോടും നിന്ന് നേരിട്ട് സംസാരിക്കാൻ, ഏത് പുരുഷന്റെയും കൂടെ ഒറ്റയ്ക്ക് നടക്കാൻ, ഏത് പുരുഷനോടും ഏത് രൂപത്തിലും ഇടപെടാൻ അവൾക്ക് കഴിവുണ്ടെങ്കിൽ അവൾ സ്മാർട്ടാണ് എന്ന് നമ്മൾ പറയും. സത്യത്തിൽ അങ്ങനെയുള്ള ഒരു സ്മാർട്ട്നെസ് അത് ഇസ്ലാം അംഗീകരിക്കുന്നതല്ല. അങ്ങനെ പെണ്ണ് സ്മാർട്ടാകുമ്പോൾ അവരുടെ ലജ്ജ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലജ്ജയുള്ള ഒരു പെണ്ണിന് അങ്ങനെ ഒരു പുരുഷന്റെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല. മുഖത്ത് നോക്കി ഏതൊരു ആണിനോടും അങ്ങനെ സംസാരിക്കാൻ സാധിക്കില്ല. പുരുഷന്റെ കൂടെ ആടാനും പാടാനും സാധിക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ അതവളുടെ ലജ്ജ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ വലിയ തെളിവാണ്. അങ്ങനെ വരാനൊരു പെണ്ണിനെ പ്രേരിപ്പിക്കുകയാണ് ആധുനിക സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ സ്ത്രീയുടെ ലജ്ജ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക സമൂഹം ചെയ്യുന്നത്. അങ്ങനെ സ്ത്രീയുടെ ലജ്ജ നഷ്ടപ്പെടുമ്പോൾ ലോകത്ത് ഫിത്നയും ഫസാദും കൂടുകയാണ് ചെയ്യുന്നത്. പെണ്ണിന് നാണമില്ലെങ്കിൽ പിന്നെ സംഭവിച്ചുകൂടാത്തതൊന്നും ഇല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ അധ്യാപനം മഹാന്മാരായ ആരിഫീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് അന്ത്യനാളാകുമ്പോൾ പെണ്ണിന്റെ ലജ്ജ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമെന്നാണ്. അതിനെ അല്ലാഹു തആല ഉയർത്തിക്കളയും. പിന്നെ ഇവിടെ സംഭവിച്ചുകൂടാത്തത് പല ഹദീസുകളിലും കാണാമല്ലോ. വഴിയോരങ്ങളിൽ വേശ്യാവൃത്തി അല്ലെങ്കിൽ വ്യഭിചാരം നടക്കുമ്പോ അല്പം ഒക്കെ മാന്യതയുള്ളയാള് പറയുമത്രേ, നിങ്ങൾക്കൊന്നാണ്ട് കുറച്ച് മാറി നിന്ന് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമെന്ന്. നടന്നു പോകുന്ന വഴികളിൽ പരസ്യമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന ആളുകൾ, ഇത് സത്യത്തിൽ നിന്ന് പുലർന്നിരിക്കുകയാണ് വസ്തുത അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ എന്ന് മാധ്യമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള പല പാർക്കുകളിലും ചെന്നാൽ പരസ്യമായി പിന്നെ എല്ലാം ചെയ്യുന്ന അവസ്ഥയാണ് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ. ആർക്കും ഒരു പ്രശ്നമല്ല. നേരത്തെയൊക്കെ അങ്ങനെ അടുത്തിരിക്കുന്നത് പോലും പേടിച്ചിരുന്ന ആളുകൾ പിന്നീടത് ചുംബിക്കാമെന്നിടത്തേക്കെത്തി. ഇപ്പോൾ ചുംബനമൊക്കെ കഴിഞ്ഞ് എല്ലാം ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഗോവയിലെ കടപ്പുറങ്ങളിലൊക്കെ പരസ്യമായ വ്യഭിചാരമാണ് പച്ചപ്പകൽ നടക്കുന്നത് എന്ന വസ്തുത പല ആളുകൾക്കും അറിയാവുന്നതാണ്. ഗോവയിൽ മാത്രമല്ല കോവളത്തും ആ ഒരവസ്ഥ എത്തിച്ചേർന്നിരിക്കുന്നു. കോവളത്ത് മാത്രമല്ല കോഴിക്കോടിന്റെ കടപ്പുറങ്ങളിൽ പോലും അത്തരത്തിലുള്ള മോശമായ ഉച്ചനീചത്വങ്ങൾ നടക്കുന്നു എന്ന വസ്തുത നമ്മളെ ലജ്ജിപ്പിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ചിന്തിപ്പിക്കേണ്ടതാണ് കൂട്ടത്തിൽ എന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. നാലാമതായി ഉയർത്തപ്പെടുമെന്ന് പറയുന്നത് ഗൈറത്തമെന്ന് ഊസിർജാലി, തന്റെ ഭാര്യ അല്ലെങ്കിൽ തന്റെ പെങ്ങൾ മറ്റൊരു പുരുഷനോട് സംസാരിക്കുമ്പോ ആടിക്കുഴയുമ്പോ ആ പുരുഷന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ദേഷ്യം, അവളെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ആഗ്രഹം, അതാണ് ഗൈറത്ത് എന്ന് പറയാം. അത് പുരുഷനിൽ നിന്നും നഷ്ടപ്പെടും. തന്റെ ഭാര്യ മറ്റൊരു പുരുഷനോട് സംസാരിക്കുമ്പോ അവനോട് കൊഞ്ചിക്കുഴയുമ്പോ അതിങ്ങനെ കണ്ടു നിൽക്കുന്ന, അതിനെ വിലക്കാത്ത, അതിന് മൗനം സമ്മതം നൽകുന്ന പുരുഷന്മാർ അവർക്ക് ഗൈറത്ത് നഷ്ടപ്പെട്ടവരാണ്. ആ അവസ്ഥ അന്ത്യനാളിന്റെ അടയാളമായി മഹാന്മാർ പഠിപ്പിക്കുന്നു. അതും സത്യത്തിൽ നമുക്ക് പിന്നെ കൂടുതൽ കാണാൻ സാധിക്കുന്നതാണ്. ഗൾഫ് നാടുകളിലൊക്കെ ഫാമിലിയായി താമസിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടുകാരൊക്കെ റൂമിലേക്ക് വന്ന് ആകെ ഒരു റൂമും അല്ലെങ്കിൽ 2 റൂമും ഒരു ഹാളും ഒക്കെ ഉണ്ടാകുക. ചില ആളുകളൊക്കെ സാമ്പത്തികമായും ചെറിയ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഒരൊറ്റ റൂമിൽ താമസിക്കുന്നവരൊക്കെ എനിക്ക് പലരെയും അറിയാം. കൂട്ടുകാരൊക്കെ വന്ന് അങ്ങനെ ഭാര്യ അടുക്കളയിലാണെങ്കിൽ അവിടെ പോയി അങ്ങനെ സംസാരിക്കും, ഇവൻ ബാക്കിയുള്ളവരോട് സംസാരിച്ചു ഇരിക്കും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥാവിശേഷങ്ങൾ പലപ്പോഴും ഖേദകരമായി കാണേണ്ടി വന്നിട്ടുണ്ട്.
സത്യത്തിൽ അതൊക്കെ ഈ പറഞ്ഞതിന്റെ ഈ ഗൗരവത്ത് നഷ്ടപ്പെട്ടതിന്റെ ഭാഗമാണ്. അത് ഒരു ഉദാഹരണമാണെങ്കിൽ അങ്ങനെ പലയിടങ്ങളിലും പല രംഗങ്ങളിലും ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും നമ്മുടെ വിഷയം അതിനോടനുബന്ധമായി വന്നതാണ്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാത്രയിൽ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഉമ്മത്തിനുണ്ടാകുന്ന ശിക്ഷയുടെ പല രൂപങ്ങളും അതോടൊപ്പം ചില റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം കാണിക്കപ്പെട്ടു, സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നും അവിടെ പല സഹാബികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പ്രത്യേകമായ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും അവരുടെ ഭവനങ്ങളുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിക്കപ്പെട്ടു എന്നും മറ്റുമൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്ന് പറഞ്ഞ സമയം ഞാൻ അരമണിക്കൂർ ആണ് പറഞ്ഞിരുന്നത്. പിന്നെ പറഞ്ഞ ക്ലാസിന്റെ സമയം 1 മണിക്കൂറാണെങ്കിലും അരമണിക്കൂർ കൊണ്ട് എനിക്ക് പോകണ്ടായിരുന്നത്. ഏതായിരുന്നാലും പിന്നെ നേരത്തെ ടെലിഫോൺ വന്ന വിഷയവുമായി ബന്ധപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം പിന്നെ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് കേവലം ഒരു തുടക്കം മാത്രമാണ്. ഇതിന്റെ മുമ്പ് ഈ വിഷയം ആരെങ്കിലും പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും മറ്റു ഒരുപാട് ഉസ്താദുമാർ ഇത് സംബന്ധമായി ഇവിടെ ഈ ഒരാഴ്ചക്കുള്ളിൽ ചർച്ചകൾ നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരന്മാരെ, പ്രിയപ്പെട്ട പണ്ഡിതന്മാരെല്ലാവരും ഈ വിഷയകമായി കാലികമായി ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അതിന് കൂടുതൽ പ്രസക്തിയുണ്ട് എന്ന് നമുക്കറിയാലോ. അതുകൊണ്ട് ഇതിന്റെ വ്യത്യസ്തമായ വശങ്ങളിലേക്ക് എല്ലാവരും കടന്നു വരണമെന്ന് വിനീതമായി ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. എനിക്ക് വീണ്ടും ടെലിഫോൺ വരുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.